നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴിതാ ദുബായിൽ നിന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. ഗുജറാത്ത് സ്വദേശികളായ ദമ്പതിമാരെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകമാണ് എന്ന ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹിരൺ ആദ്യ എന്ന 40-കാരനും വിധി ആദ്യ എന്നിവരാണ് മരിച്ചത്. ഷാർജയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു ഇരുവരും. അറേബ്യൻ റാഞ്ചസ് മിഡാനിലെ വില്ലയിൽ ഈ മാസം 18-ാം തീയതിയായിരുന്നു ഈ സംഭവം. വില്ലയിൽ നിന്ന് ആഭരണങ്ങൾ മോഷണം പോയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. കവർച്ചയ്ക്കിടെ ദമ്പതിമാരെ കൊലപ്പെടുത്തിയിരിക്കാമെന്ന് തന്നെയാണ് സംശയിക്കുന്നതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ ബിബുൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ പിന്നീട് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 13-18 വയസ്സുള്ള 2 പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. ഇവരിപ്പോൾ UAE ബന്ധുക്കളോടൊപ്പം താമസിച്ചു വരികയാണ്. ഷാർജയിൽ ബിസിനസ് നടത്തി വരികയായിരുന്ന ഇരുവരും 13-18 വയസ്സുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ്. സംഭവത്തിനിടെ മൂത്ത മകൾക്ക് നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിന്റെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കോൺസുലേറ്റ് ബന്ധപ്പെട്ട് വരികയും ചെയ്യുകയാണ്. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ദുബായ് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. അതേസമയം ഒരു മലയാളി വ്യവസായി ദുബായിൽ ജീവനൊടുക്കിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സ്പേസ് സൊല്യൂഷൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടറായ അജിത് തയ്യിലാണ് തിങ്കളാഴ്ച ഷാർജ ടവറിൽ നിന്ന് ചാടി മരിച്ചതെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ ഷാർജ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തയ്യിൽ കേരള പ്രീമിയർ ലീഗ് T20 ടൂർണമെന്റിലെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. അതിസമ്പന്നൻ താമസിക്കുന്ന ദുബായിലെ മെഡോസിലാണ് തയ്യിലും താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഷാർജയിലേക്ക് പോകുന്നതിനിടെ ബുഹേറെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഷാർജ ടവറിൽ നിന്ന് താഴേക്ക് ചാടിയായിരുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ അൽ ഖസൈമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.